ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു മത്തങ്ങ തോരനായാലും. വൻപയർ ശകലം എടുത്ത് ഞാൻ വെള്ളത്തിൽ കൊതുക്കാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിനകത്തോട്ടൊന്ന് അടിച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഈ മത്തങ്ങ ഒന്ന് അരിഞ്ഞ് സ്ക്വയറായിട്ടൊന്ന് അരിഞ്ഞ് നോക്കട്ടെ. ഒരു മുറി തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ജീരകവും. ഓരം വെക്കാനായിട്ടൊരു പാനെടുത്ത് ഞാൻ അടുപ്പിലോട്ട് വെച്ചു. കടുക് ഇട്ടു, വറ്റൽമുളക്, കറിവേപ്പില, ചെറിയ ജീരകം, 2-3 ഉള്ളി വെളുത്തുള്ളി, ഒരു അരമുറി പച്ചമുളകും കൂടെ. അതൊന്ന് വാടി വന്നപ്പം നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അല്ല, ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ മത്തങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ. അളിഞ്ഞു പോകാതെ ചെറിയ തീക്കകത്തോട്ട് അടച്ചു വെച്ച് കഴിയും. എന്തോന്നൊന്ന് നോക്കാം. നോക്കെ, നല്ല വെന്തിട്ടുണ്ട്. ഞാൻ 1 മുറി തേങ്ങ അങ്ങോട്ട് തിരുമ്മി വെച്ചിരിക്കുന്നത്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വൻപയർ നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ വൻപയർ ഇല്ലെങ്കിലും നമുക്ക് ഉള്ള തോരൻ നല്ലതായിട്ടുണ്ട്. പിന്നെ ഞാൻ വൻപയറും കൂടെ ഇട്ടതുകൊണ്ട് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മത്തങ്ങയും പയറും കൂടെ എരിശ്ശേരി വെച്ചാലും നല്ലതാണ്. അത് നമ്മൾ അവസാനം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് എടുത്താൽ കളയും. ഇത് ചോറിനകത്തിട്ട് ഇളക്കി പിന്നെ നല്ല അടിപൊളി തോരനാണ്. എല്ലാവരും വെച്ച് നോക്കണേ. എല്ലാവരും മത്തങ്ങ തലക്കറിക്കകത്ത് കൊണ്ട് കിടക്കുമ്പം അതെടുത്ത് അയ്യത്ത് കളയാതെ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.